നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവക്ക് അഡ്വാൻസ് കിട്ടിയ രൂപ അവൾ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. എവിടെയൊന്നും വെച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. അങ്ങനെയാണിപ്പോ ഇതുകൊണ്ട് വിലസണ്ട. ഇതേ എനിക്കും ദഹിക്കും. അത് ഞാൻ ശ്യാമയെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാ. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൈ ശ്യാമ ഇനി എടുത്തു പോയിക്കോ. പിന്നെ ഇനിയും ചായ കുടിക്കാൻ വിളിക്കാനേ ഈ റൂമിലേക്ക് വരണമെന്നില്ല. ശരിയാ, ഞാൻ ആ രൂപ എടുത്തു. അതെ, എനിക്കൊരാൾക്ക് വേണ്ടിയല്ല, ഈ കുടുംബത്തിന് വേണ്ടി, മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി തന്നെയാ. എടുത്തി ഇനി ഇത് ആവർത്തിക്കരുതെന്നാ പറഞ്ഞത്. ഓ, മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ ആദ്യമായി നിനക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോ അത് നിന്റെ മാത്രം സമ്പാദ്യം. നിന്റെ ഭർത്താവിന്റെ പച്ചക്കറി കടയിലെ ലാഭവും അത് മൊത്തവും നിങ്ങൾക്ക് രണ്ടാക്കും സുഖിക്കാനും. പിന്നെ അരവിന്ദേട്ടൻ കഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ വീട് കഴിയണം. അതിന്റെ പങ്ക് കൃത്യമായി നീയും നിന്റെ ഭർത്താവ് പറ്റുന്നുണ്ട്. എടുത്തി ചെയ്തത് കള്ളം തന്നെയാണ്. അത് മറയ്ക്കാൻ വേണ്ടി ഓരോന്നും പറയണ്ട. ആഹാ, ഞാൻ നിനക്ക് കള്ളിയാ അല്ലേ? എടുക്കടി രൂപ, എടുക്കടി. അതെങ്ങ എടുക്കാൻ. എടുത്തി വേണ്ട. എടുക്കടി. എടുത്തി എടുത്ത് വിടാൻ. തരാനല്ലേ പറഞ്ഞത്? തരാൻ. വേണ്ട, അത് തരാൻ. വിടാ. നീ ആ രൂപ തന്നില്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ നിന്റെ തലയ്ക്ക് അടിക്കും. എടുത്തി അതവിടെ വെച്ചേ. സത്യമായിട്ട് അടിക്കും. എടുത്തി അതവിടെ വെക്ക്. താടി തരാനാ പറഞ്ഞത്. എടുത്തി വേണ്ട. ആ കാശ് ഇങ്ങ് തരാനാ പറഞ്ഞത്. എടുത്തി എടുത്തി ഞാൻ പറയുന്നേക്ക് അതവിടെ വെക്ക്. തരാൻ. തന്നില്ലെങ്കിൽ ഞാൻ ഇത് വെച്ച് അടിക്കും. എടുത്തി അടിക്കരുത്. എടുത്തി ഞാൻ വേണ്ട. എടുത്തി ഇങ്ങോട്ട് പറയുന്ന കേൾക്ക്. എടുത്തി പൈസ ഇങ്ങോട്ട് പറയട്ടെ. അയ്യോ, എന്റെ തല. അയ്യോ, എന്റെ തല പൊട്ടി. എടുത്തി അയ്യോ, എന്റെ തല മുറിഞ്ഞു. നീ എന്റെ തല തല്ലി പൊളിച്ചല്ലേ? അല്ല എടുത്തി, അത് ഞാൻ. എടി, നീ ഇതുവരെ ഈ ജയന്തിയുടെ ഒരു മുഖേ കണ്ടിട്ടുള്ളൂ. ഇനി മറ്റൊരു മുഖം കൂടി കാണാൻ പോവാ. നോക്കിക്കോ. നശിച്ച നീ കാരണം ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. നീ നോക്കിക്കോ ശ്യാമേ, 3 ദിവസം. അതിനു മുമ്പ് നിന്നെ നിന്റെ ഭർത്താവിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കും. ഓഹോ, എന്റെ തല പോയി. ദിവസത്തിനകം നമ്മളെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ശപഥം ചെയ്തിരിക്കോ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എവിടേക്കെങ്കിലും മാറി താമസിക്കാമെന്ന്. സർ, ജയന്തി അടുത്ത് പറയുന്ന കേട്ട് നമ്മൾ ഇവിടുന്ന് മാറി താമസിച്ചൊന്നിരിക്കട്ടെ. അടുത്തത് അവർ അപ്പൂനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കും.
പിന്നെ അച്ഛനെയും അമ്മയും പുറത്താക്കാനും അവര് മടിക്കില്ല. അതിന് നമ്മളായിട്ട് വഴിവെച്ച് കൊടുക്കണോ? ഇപ്പൊ അത്യാവശ്യത്തിന് 2 ഡോസ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. സർ, വാ, ഞാനല്ലേ വിളിക്കുന്നത്. വരൂന്നേ. അല്ല, ശരി, വരണ്ട. ഞാനൊന്നും കഴിക്കുന്നില്ല. ശ്യാമ പോയി കഴിക്കേ. എന്തിനാ? സാറ് കഴിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ മാത്രം കഴിക്കണോ? വേണ്ട. അത് ഒന്നും പറയണ്ട. ഒന്നുകിൽ നമ്മൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പട്ടിണി എടുക്കുന്നു. അത്ര തന്നെ. ശ്യാമേ, താനും കഴിക്കേ. കഴിക്കും. ശ്യാമയെ പറഞ്ഞ അതവക്ക് അത്ര കേൾക്കില്ല. അഖിലിനെ പറഞ്ഞ അതവൾക്ക് പൊള്ളും. കാണിച്ചു തരാടി. ആ ഭാര്യ വീടേ പരമസുഖാണേ. അല്ല, വേറെ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ. 3 നേരവും സമയാസമയം വന്നിരുന്ന് വെട്ടി വിഴുങ്ങാം. അതല്ലേ അടുത്ത ഡയലോഗ്. ആ എന്റെ പൊന്നു ജയന്തി അടുത്തി, പുതിയ ഡയലോഗ് ഒന്നും സ്റ്റോക്കില്ലേ? ഉണ്ടെങ്കി പറ, അത് കേക്കട്ടെ. എന്തു പറ്റി? ഡയലോഗ് കഴിഞ്ഞോ? സാരമില്ല. ഇനി 2 ദിവസം കൂടിയുണ്ട്. അതിനിടയ്ക്ക് പുതിയ ഐഡിയ ഇട്ട് വാ, ഞങ്ങൾ ഇവിടുന്ന് ചാടിക്കാനേ. ചപ്പാത്തിക്ക് നല്ല രുചി. ഒന്നുകൂടി കഴിച്ചേക്കാം. സാറും കഴിക്കാം. ഇന്നെന്താ വല്ല ഗ്രഹണമാണോ? ആഞ്ഞൂല് തലവെക്കുന്നു. ജയന്തി അടുത്തിട നാം പഠിപ്പിച്ചല്ലോ. ശരിക്കും അത്ഭുതമായിട്ടേ എനിക്ക് തോന്നുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തനിക്ക് കഴിയൂ? കഴിയാഞ്ഞിട്ടല്ല, അതത്ര നല്ലതല്ലെന്ന് വെച്ചിട്ടാ. പക്ഷെ ഇപ്പൊ അവര് തലയ്ക്ക് മുകളിലായി, അതുകൊണ്ടാ. സാറ് കഴിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.